ഹലോ, സുഖാണ് എല്ലാവർക്കും. ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഓഫീസാണ്. ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യുക. ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു ചേച്ചി അത് കൂടെ വന്നപ്പോൾ ഞാൻ മേടിച്ചാട്ടോ. ആദ്യം എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല, പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ. അത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖത്ത്. നല്ല ഓണം മസാജ് ചെയ്ത് സെറ്റ് ആക്കണം കേട്ടോ. ഇപ്പോഴും അപ്പൊ തന്നെ മുഖത്തിനൊരു ഗ്ലോ ആണ്, നല്ല അടിപൊളി ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലാക്മിയുടെ സൺസ്ക്രീൻ ആട്ടോ ഉപയോഗിക്കാറ്. അത് ഞാൻ പിന്നെ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാൻ അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ഞാൻ തേച്ചിട്ടുണ്ട്. ഒക്കെ വാരി വലിച്ചുകൊണ്ട് തേക്കന്നെ. അത് ഓഫീസിൽ പോകുമ്പോഴാണോ ഇത്രയും വിചാരിക്കണ്ട. ഇതൊക്കെ നമ്മുടെ മുഖത്ത് എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ ഞാൻ ഒരു BB ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഫൗണ്ടേഷൻ പോലെയാണ് കേട്ടോ. അത് നല്ല HD ഗ്ലോ ആണെന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈനിൽ മേടിച്ചതായിരുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതും അപ്ലൈ ചെയ്തു. അത് നിറച്ചുകൊണ്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് മേക്കപ്പ് ചെയ്താലും ലാസ്റ്റ് കുറച്ച് പൗഡർ, നമ്മൾ സാധാ നോർമൽ ടാൽക്കിംഗ് പൗഡർ ഉപയോഗിക്കൽ എനിക്ക് നിർബന്ധമാണ് കേട്ടോ. ആ ഒരു എണ്ണമഴൊന്നും എന്റെ മുഖത്ത് എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമല്ല. അത് അപ്ലൈ ചെയ്താൽ അതിന്റെ സെറ്റ് ആയി കിടക്കും. അത് പണ്ട് മുതലുള്ള ശീലമാണ്. അതിപ്പോഴും അതങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് കളഞ്ഞിട്ട് പിന്നെ അതങ്ങോട്ട് ജസ്റ്റ് അതിന്റെ ഒരു ഇത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ് ബാം ഉപയോഗിച്ചിട്ടുണ്ട്. ലിപ് ബാം അത് ഇട്ടപ്പോൾ അത് കുറച്ച് പോന്നു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു. കണ്ണ് പിന്നെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി പോയിട്ടാണ് എഴുതിയത്. ഐബ്രോ അങ്ങനെ ഫില്ല് ചെയ്ത് വന്നു. ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു കേട്ടോ ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പൊ ഓക്കെ, ബൈ.